കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. ഞാൻ സിംഗപ്പൂരിലേക്ക് പോകുമായിരുന്നു കഴിഞ്ഞ മാസം പൊക്കോണ്ടിരുന്ന ഫ്ലൈറ്റ് വെച്ച് ചോദിച്ചതാണ്. സാറേ, എനിക്ക് സിംഗപ്പൂർ ബിസിനസ്സാണ്, എൻ്റെ മകൻ നാട്ടിലാണ്, പുള്ളി ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ട്, ആളിന് സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലയിൽ വളരെയധികം താല്പര്യമുള്ള ഒരാളാണ്. പക്ഷേ ഒരു മേഖലയിലും പുള്ളി ഉറച്ചു നിൽക്കുന്നില്ല. ഒരു ജോലി ഇതുവരെ പുള്ളി ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്, ഒന്നിലും പുള്ളി ഉറച്ചു നിൽക്കുന്നില്ല. എന്നാൽ എൻ്റെ ബിസിനസ്സിൽ ഒന്ന് എന്നെ സഹായിക്കാൻ പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. അപ്പം ഇതേ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. സർക്കാർ ജോലിക്ക് യോഗമുള്ളവരാവാം, പ്രൈവറ്റ് ജോലിക്ക് യോഗമുള്ളവരാവാം. എന്തായാലും ഒരു ജോലിയില്ല ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല, അല്ലേ? ഒരാൾക്ക് 10 രൂപ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ജോലി ചെയ്ത് അയാൾക്ക് പ്രയോജനം ഉണ്ടായെങ്കിലേ ഇദ്ദേഹത്തിന് സാമ്പത്തികം കൊടുക്കത്തുള്ളൂ. അപ്പം ഒരു ജോലിയിലും നിൽക്കാത്ത കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചൊക്കെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്, എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ജോലി ഉറച്ച് നിൽക്കാത്ത കുറച്ച് ആളുകാരെ കുറിച്ചൊക്കെ. അതുകൂടാതെ ആദ്യത്തിനാണ് തൊഴിൽകാരകനായിട്ട് പറയുന്നത്. 2ാം ഭാവം, 5ാം ഭാവം, 9ാം ഭാവം, കേന്ദ്രരാശികൾ, അതുപോലെ ഗ്രഹനിലയ്ക്കകത്ത് ഏത് ജോലിയാണ് പറഞ്ഞിരിക്കുന്നത്, 12ാം ഭാവം കൂടെ വിദേശയാത്ര സംബന്ധമായിട്ടൊക്കെ ചിന്തിക്കുന്നത്. അപ്പം അവനോട് പറ്റാത്ത, അല്ലെ അവനവൻ്റെ ജാതകത്തിൽ പരാമർശിക്കാത്ത എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുമ്പോൾ, അല്ലെ ആ ജോലി ചെയ്യുമ്പോൾ മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാകത്തില്ല, അല്ലെ അവനവന് ആത്മവിശ്വാസമുള്ള ജോലി ചെയ്യാതിരിക്കുമ്പോൾ തൃപ്തി കാണത്തില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ഒരു വിഭാഗമുണ്ട്, മടിയന്മാരാണ്. അച്ഛന്മാരെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ഒരു മാസം ചിലപ്പം ഒരു വിദ്യാഭ്യാസത്തിന് പോയാലും ജോലിക്ക് 1 മാസം, 2 മാസം, അല്ലെങ്കിൽ 3 മാസത്തേക്ക് ഉറച്ചു നിൽക്കത്തില്ല. അങ്ങനൊരു വിഭാഗമുണ്ട്. വേറൊരു വിഭാഗമുണ്ട്, ഈ ജോലി ചെയ്യുക എന്ന് കാണിക്കും, ജോലിക്ക് പോവുക എന്ന് പറഞ്ഞ് ചിലപ്പോൾ പോവും, അവിടെ ചെല്ലത്തുമില്ലെങ്കിൽ കറങ്ങി അടിച്ച്. അത് മടിയന്മാരുടെ അലസന്മാരുടെ ഒരു ഗണത്തിൽപ്പെടുന്നത് തന്നെ. പിന്നെ ഉണ്ട് ഈ ബാധാവിഷയം, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഈ കാലത്തൊക്കെ പറഞ്ഞ ആൾക്കാർ ചിരിക്കും, ബാധാവിഷയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ള കാര്യം തന്നെയാണ്. ശത്രുബാധ വിഷയം വരും. ഈ ചിലപ്പോൾ മക്കളൊക്കെ നന്നായി പോകാതിരിക്കാനായിട്ട് കൈവശം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതുകൂടാതെ ജാതകത്തിൽ മുജ്ജന്മം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ജന്മം നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ തൊഴിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ജന്മം നമുക്ക് ആ തൊഴിൽ ശരിയായിട്ട് വരത്തില്ല. അതൊക്കെ വിശദമായിട്ട് ജാതകം പരിശോധിക്കുമ്പോൾ അറിയാം. അപ്പം ഒരു ജോലിയിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഓർത്ത് വിഷമിച്ച് വീട്ടിൽ വന്ന് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് ഒരിടത്തല്ലേ ഒരിടത്ത് എല്ലായിടത്തും ജോലിയുണ്ട്. ഇപ്പം ഇവിടെ നിങ്ങളില്ലേ, ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കട്ടപ്പണി ചെയ്യുന്നുണ്ടല്ലേ, അവർക്ക് ആ നാട്ടിൽ ജോലിയില്ല, വേറിടത്തും ജോലി ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ജോലിക്ക് അവനവന് കഴിവുണ്ടെങ്കിൽ, അവന് പരിശ്രമിക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ ജോലി നമ്മളെ തേടി വരും. ഇനി ഉറച്ചു നിൽക്കുന്നില്ലയോ, അതിനും പരിഹാരമുണ്ട്. ഉത്തമനായ ഒരു ജ്യോതിഷനെ കാണുക. എന്തുകൊണ്ടായി ഉറച്ചു നിൽക്കാൻ പറ്റാത്തത്? ശത്രുബാധ വിഷയമാണോ? ജാതകത്തിലുള്ള വിഷയമാണോ? ആരുടെയെങ്കിലും ശാപതാപം വല്ലതും ആണോ? ചില കരുനാക്കുള്ള ഒരു ചെറുപ്പത്തിലേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല രീതിയിൽ പഠിച്ചു വരുന്ന കുട്ടികളായാലും മണ്ടയടച്ച് പോകുന്ന പോലെ ആ പഠിത്തം അവിടെ വെച്ച് സ്റ്റോപ്പായി പോകും. അപ്പം ആ പഠിച്ച വിദ്യാഭ്യാസം അനുസരിച്ച് ചിലപ്പോൾ ജോലി കിട്ടിയെന്ന് വരത്തില്ല. അപ്പം അതിനെല്ലാത്തിനും പരിഹാരം ഉണ്ടെന്നേ. പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരമുണ്ട്, പരിഹാരം ഇല്ലാത്ത ഒരു പ്രശ്നം തന്നെ ഇല്ല. അപ്പം നമ്മൾ ഒരു ദിവസം പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുസ്സിലെ ഒരു താളാണ് മറിഞ്ഞു പോകുന്നത്. ആ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവണം, എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചെടുക്കണം, അല്ലെ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ 10 രൂപ സാമ്പത്തികം നമുക്ക് ഉണ്ടാവണം. അപ്പം അങ്ങനെയുള്ളത് പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ചിന്തിക്കുക, പ്രയത്നിച്ചിട്ട് ഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.